വികസനത്തിന്റെ മുന്നേറ്റത്തിന്റെ നമ്പർ 1 ആരോഗ്യ കേരളത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2023 ഡിസംബർ മാസത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 270 അധ്യാപക തസ്തികൾ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ക്ലിനിക്കൽ തസ്തികളാണല്ലോ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഭയങ്കരം തന്നെ. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. കേരളത്തിലെ ആരോഗ്യരംഗത്തിനെ കുറിച്ച് പറയുമ്പോ വാക്കുകൾ ഇങ്ങനെ അനർഗളം നിർഗളായിട്ട് ഒഴുകാണ്. ഒരു മിനിറ്റ്, കൊഞ്ചം അങ്ക പാറ് കണ്ണ. പാവപ്പെട്ട രോഗി നിന്ന് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കും. അങ്ങനെ ആ ഒരു മനോവേദനയിൽ നിന്ന് വന്ന പ്രതികരണമാണ് അത്. കേരളത്തിലെ ഏറ്റവും മികച്ച സർക്കാർ ആശുപത്രികളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ അവസ്ഥയാണ് കേട്ടത്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ല. മൊയലാളിമാരുടെ മുന്നിൽ കുമ്പിട്ടും മടുത്തു എന്നാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞത്. കഥ ഇവിടെ തുടങ്ങുകയാണ്. മരുന്നില്ല, ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. പ്രതിപക്ഷത്തിന് അടുത്തൊരു ആയുധം കിട്ടിയ പോലെയായില്ലേ? നിങ്ങളൊക്കെ എന്തുട്ടാ വിചാരിച്ചത്? ആരോഗ്യമന്ത്രി ഈ ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോ കൈമലർത്തുന്ന അമ്പട പൊളിസോ? ഇതേ ഇടതുപക്ഷം ഭരിക്കണ നാടാണ് കേട്ടാ. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഒരു നമ്മൾ സാധാരണ പറയല്ലോ രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചില് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ആരോഗ്യമന്ത്രി കണ്ടത്. അത് കേട്ടപ്പോ പലരുടെയും കിളി പോയി എന്നുള്ളതാണ് സത്യം. എന്നാലും അതിന്റെ ഒരു ഇത് അതല്ലല്ലോ. ശരിക്കും ആരോഗ്യമന്ത്രിക്ക് എന്ത് പറ്റിയതായിരിക്കും തല പുകഞ്ഞ് പലരും ആലോചിച്ചു. ഡോക്ടർ ഹാരിസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അതൊരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണണം. സംതിങ് ഫിഷി. ഏതാണ് ആ സിസ്റ്റം? ആ സിസ്റ്റം ഏതാണെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല? അതവിടെയാണ്. അങ്ങ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് PV അൻവർ ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചതോടെ കഥയിൽ ട്വിസ്റ്റ് തുടങ്ങി. ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. പിന്നല്ല, സിസ്റ്റത്തിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡബിൾ ചങ്കന് സഹിക്കോ? ഡോക്ടർ ഹാരിസ് ഹസൻ ആരോഗ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിനൊക്കെ ഹീറോ ആണെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടാണ്. ആരോഗ്യ മേഖലയെ താറടിച്ചു കാണിക്കാൻ വന്ന ഭീകരനാണവൻ, കൊടും ഭീകരൻ. വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി അതിന്റെ ഭാഗമായ ഒരു അതൃപ്തി ഉണ്ടായാൽ കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനടിയാകും. അങ്ങനെ മുഖ്യമന്ത്രി തന്നെ ഡോക്ടർ ഹാരിസ് ഹസനെ തള്ളി പറഞ്ഞതോടെ നമ്മുടെ പോരാളികളൊക്കെ കൂട്ടത്തോടെ രംഗത്തെത്തി. വരാണ്ടിരിക്കാൻ നിർവാഹമില്ലാലോ. എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക? എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് സമരം നടത്തുക. എല്ലാ പ്രശ്നങ്ങളും ഡോക്ടർ ഹാരിസ് ഹസൻ സമൂഹത്തോട് തുറന്നു പറഞ്ഞതാണ് ഇവര് കണ്ടുപിടിച്ച ഏറ്റവും വലിയ കുറ്റം. എന്താണ് ഡോക്ടർ ഇത്? ഇത്രയും കാലം ഇരുന്ന പോലെ മിണ്ടാതെ ഉരിയാടാതെ മൊയലാളിമാരുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കണം അറിഞ്ഞൂടെ? എനിക്ക് വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത്. നോട്ട് ദ പോയിന്റ്. നേരത്തെ പറഞ്ഞ പോലെ മിണ്ടാതെ ഉരിയാടാതെ ചൂണ്ടിക്കാട്ടണം. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നീ എവിടെ വന്ന മരഭൂതമേ? ഒരാളെങ്കിലും തിരുത്തൽ ശക്തിയായിട്ട് ഈ കോമ്രേഡ്സ് തറവാട്ടിലുണ്ടല്ലോ, സന്തോഷം. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? മുഖ്യമന്ത്രി രംഗത്തിറങ്ങിയതിനു ശേഷം ആരോഗ്യമന്ത്രിയുടെ സൈലന്റ് മോഡ് ഓണായി. ഇപ്പൊ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴത്തേക്കും വണ്ടി കയറി ഒറ്റ പോക്കാണ്. സർവരോഗി മലയാളികളെ സംഘടിക്കുവിൻ, ഈ ആതുരാലയങ്ങളൊക്കെ നേരെയാക്കുവിൻ. വിമർശനം പറയാൻ പാടില്ല, അത് സർക്കാർ കേൾക്കാൻ പാടില്ല. അപ്രിയ സത്യങ്ങളോട് സഹിഷ്ണുതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് പിടിക്കില്ലെങ്കിൽ വല്ല അമേരിക്കയിലോ മറ്റോ പോയി സാധാരണക്കാർ ചികിത്സിക്കട്ടെന്ന്. അതല്ലേ ഹീറോയിസം എന്ന് പറയണ പോലെ ഉണ്ട് ഇവിടുത്തെ ചില തലമൂത്ത മൊയിലാളിമാരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുണ്ടെങ്കിൽ. അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും എല്ലാം ശരിയാക്കി തരുമായിരിക്കും.